ഇന്നലെ ബിഗ് ബോസിൽ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ജിൻഡോയുടെ ടീമായിരുന്നു, ഡെൻ ടീമായിരുന്നു ഈ പ്രാവശ്യത്തെ പവർ ടീം. അപ്പം ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതെനിക്കൊരു വളരെ അനാവശ്യമായൊരു ചോദ്യമായിട്ടാണ് തോന്നി. ഇത്രയും നാളും ചോദിക്കാത്ത ഒരു ചോദ്യം. ജിൻഡോയെ എന്തോ താറടിക്കാൻ വേണ്ടി ബിഗ് ബോസ് കരുതി കൂട്ടി ലാലേട്ടനെ കൊണ്ട് ചോദിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടൻ്റെ കുറ്റമല്ല, അത് സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കുന്നതിനനുസരിച്ചാണ് ലാലേട്ടൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അത് ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ജിൻഡോ അല്ലേ തോറ്റുപോയത്, അപ്പോൾ ഫ്രീദുവും അർജുനും ജയിച്ചുകൊണ്ടല്ലേ ജിൻഡോ പവർ ടീമിലേക്ക് കയറിയത് എന്ന്. അപ്പോൾ ടീമായിട്ട് ഇരിക്കുമ്പോൾ ചിലവർ തോക്കാം, ചിലവർ ജയിക്കാം, അങ്ങനെയാണ് ഇതിൻ്റെ രീതി. അത് എപ്പോഴും എല്ലാവരും ജയിക്കണമെന്നില്ല, തോൽവിയും ജയവും ഒരാൾക്കേ ജയിക്കാൻ പറ്റത്തുള്ളൂ. ജിൻഡോയുടെ ടീമിൽ ജിൻഡോ തോറ്റുപോയി, അർജുനും ഫ്രീദും ജയിച്ചു, അതുകൊണ്ട് അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ഏതർത്ഥത്തിൽ പറയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് അർജുൻ കൊടുത്തൊരു മറുപടിയുണ്ട്. സത്യം പറഞ്ഞ അർജുനോട് ബഹുമാനം തോന്നിയൊരു നിമിഷമാണ് എനിക്ക്. അർജുൻ ലാലേട്ടനോട് പറഞ്ഞു, ലാലേട്ട, ഈ ടാസ്കിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തതെന്ന് പറഞ്ഞാൽ ജിൻഡോ ചേട്ടനാണ്. ജിൻഡോ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ഈ പവർ ടീമുമായിട്ട് മത്സരിക്കാൻ പോലും വരില്ലായിരുന്നു. ഏറ്റവും മികച്ച രീതിയിൽ ആ ഗെയിം കളിച്ചത് ഇവിടെ ജിൻഡോ ചേട്ടനാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ജിൻഡോ ചേട്ടൻ അവകാശപ്പെട്ടതാണ് ഇതെന്ന് പറയുമ്പോഴാണ് ലാലേട്ടൻ സത്യം പറഞ്ഞ ലാലേട്ടനെ എന്തിന് ചോദിച്ചു എന്ന് ലാലേട്ടൻ ചിന്തിച്ചു കാണും. അതുപോലത്തെ ഒരു മറുപടിയായിരുന്നു അർജുൻ കൊടുത്തത്. അർജുൻ പറയുന്നുണ്ട്, ഈ ഗെയിം എന്നൊക്കെ പറയുന്നത്, നമുക്കൊരു ഗെയിം തന്നു, അത് കളിച്ച് ജയിക്കുക എന്ന് പറയുന്നത് അത് ഭാഗ്യവും നിർഭാഗ്യവും ഉണ്ടാകാം. ചിലപ്പോൾ ഭാഗ്യത്തിൻ്റെ അകമ്പടിയോടാകാം ചില ഗെയിമുകൾ ജയിക്കുന്നത്, അതൊരു ഇതല്ല. പക്ഷേ വിലയിരുത്തുന്നത് ടാസ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ടാസ്കിൽ എങ്ങനെ ആ മനുഷ്യൻ പെർഫോം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മികച്ച രീതിയിൽ പെർഫോം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പൊസിഷന് വന്നെത്തി നിൽക്കാൻ പറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അർജുനോട് ബഹുമാനം തോന്നിയെന്ന് ഞാൻ പറഞ്ഞില്ല. അർജുന് വേണമെങ്കിൽ വേറെ രീതിയിൽ വളച്ചൊടിച്ച് മാറായിരുന്നു, ജിൻഡോയെ പരിഹസിച്ചുകൊണ്ട് മാറി നിൽക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാമായിരുന്നു. അത് ചെയ്യാതെ അർജുൻ തുറന്നു പറഞ്ഞ രീതിയുണ്ട്. അത് പ്രേക്ഷകരുടെ ഇഷ്ടമാണത്. കാരണം പ്രേക്ഷകരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതാണ്, കഴിഞ്ഞ ടാസ്കിലെ വിന്നർ എന്ന് പറയുന്നത് ജിൻഡോയാണ്. ജിൻഡോ നന്നായി പെർഫോം ചെയ്തു, ജിൻഡോയുടെ വിജയം തന്നെയാണ് അവർ പവർ ടീമിൽ കയറാനുള്ള സാധ്യത. പക്ഷേ ഗെയിമിൽ ഞാൻ പറഞ്ഞില്ല, ഗെയിമിൽ തോറ്റുപോയി കാണാം, പക്ഷേ ഫ്രീദുവും അർജുനും വിജയിച്ചു. അതൊരു വലിയൊരു വിഷയമായിട്ട് അവിടെ എപ്പിസോഡിൽ ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. അത് കൂടാതെ എത്രയോ കാര്യങ്ങൾ ചോദിക്കാമായിരുന്നില്ല, അതൊന്നും ചോദിപ്പിച്ചില്ല.